എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്മാർട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ക്ലാസ്സാണ് നമ്മൾ ഈ സ്മാർട്ട് പി എസ് സിയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇതിൽ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് 2 ക്ലാസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അത് കണ്ടതിന് ശേഷം മൂന്നാമത്തെ ഈ ഒരു സെക്ഷനിലേക്ക് നിങ്ങൾ വരിക. കേരള പി എസ് സി നടത്തുന്ന മത്സര പരീക്ഷയിൽ കോൺസ്റ്റിറ്റ്യൂഷനെ അധികരിച്ചു കൊണ്ടുവരുന്ന ഏതൊരു ചോദ്യത്തിനും ഉത്തരം നൽകാൻ നിങ്ങളെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് സ്മാർട്ട് പി എസ് സിയിൽ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യക്തമായ ക്ലാസ്സുകൾ കാണുകയും നോട്ടുകൾ തയ്യാറാക്കി പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക. ഒപ്പം ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യണം, സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നമ്മളിടുന്ന ഇത്തരം ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ അടുത്ത് എത്തുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പിന്തുണ തീർച്ചയായിട്ടും നമ്മോടൊപ്പം ഈ ചാനലിൻ്റെ ഒപ്പം വേണമെന്ന് ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ മൂന്നാമത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. നമ്മൾ പറഞ്ഞു, ഈ ഭരണഘടനാ നിർമ്മാണ സഭ 2 വർഷവും 11 മാസവും 17 ദിവസവും കൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചിട്ടുള്ളത്. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി മാസം 26-നാണ്. നിലവിൽ വരുന്ന സമയത്ത് ഭരണഘടനയിൽ എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, എത്ര പാർട്ട് ഉണ്ടായിരുന്നു, എത്ര ഷെഡ്യൂൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നിലവിൽ വരുമ്പോൾ 395 ആർട്ടിക്കിളാണ് ഇതിലുണ്ടായിരുന്നത്. നിലവിൽ വരുമ്പോൾ 395 ആർട്ടിക്കിൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഫീച്ചേഴ്സാണ്, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ലെങ്തസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി വേൾഡ് എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അതിന് ഒരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു, 395 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 8 പട്ടികകളും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ. അല്ലേ, നിലവിൽ വരുന്ന സമയത്ത് ഒരു പ്രിയാമ്പിൾ, ഇപ്പോൾ ഒരു പ്രിയാമ്പിൾ തന്നെ, അതിന് മാറ്റമില്ല, ആമുഖത്തിന് മാറ്റമില്ല. ആമുഖം എന്ന് പറയുന്ന ആശയം നമ്മൾ സ്വീകരിച്ചത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇപ്പോൾ ഇതിന് 395 ആർട്ടിക്കിൾ നിലവിൽ വരുമ്പോൾ ഇപ്പോൾ ഇതിന് 447 ആർട്ടിക്കിൾ ഉണ്ട്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 447 ആർട്ടിക്കിളാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ വരുമ്പോൾ 8 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു, ഇപ്പം 12 ഷെഡ്യൂളായിട്ട് മാറി. അതുപോലെ തന്നെ 22 പാർട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ 25 പാർട്ടായിട്ട് മാറി. ഇങ്ങനെ ഈ മാറ്റം കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. നിലവിൽ വരുമ്പോൾ ഒരു പ്രിയാമ്പിൾ, ഇപ്പോൾ അതിന് മാറ്റമില്ല, ആമുഖം ഒന്ന് തന്നെയാണ്. 395 ആർട്ടിക്കിൾ 447, ഇപ്പം 447 ആർട്ടിക്കിളായി മാറി. പിന്നീട് 8 പട്ടികകൾ ഇപ്പോൾ 12 പട്ടികകളായിട്ട് മാറി. പാർട്ട് 22 പാർട്ട് നിലവിൽ വരുമ്പോൾ ഇപ്പോൾ 25 പാർട്ടായിട്ട് മാറി. ഈ ഒരു മാറ്റമാണ് ഭരണഘടനയ്ക്കുള്ളത്. നമ്മൾ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ ഭരണഘടന. ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് അന്ന് നിലവിലുള്ള 60 രാജ്യങ്ങളുടെ ഭരണഘടന നമ്മൾ പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചിട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് ചേരുന്ന തരത്തിലുള്ള ആശയങ്ങൾ ലോകത്തിലെ അന്ന് നിലവിലുള്ള ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. 60 രാജ്യങ്ങളുടെ ഭരണഘടന പരിശോധിച്ച് അതിൽ 10 രാജ്യങ്ങളുടെ ആശയങ്ങൾ നമ്മൾ സ്വീകരിച്ചു. 60 രാജ്യങ്ങൾ പരിശോധിച്ചു, 10 രാജ്യങ്ങൾ സ്വീകരിച്ചു. ആ ആശയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആശയങ്ങൾ നമ്മൾ സ്വീകരിച്ചത്
ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആശയങ്ങൾ നമ്മൾ സ്വീകരിച്ചത്. എന്തൊക്കെയാണ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സ്വീകരിച്ചത്? പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ഇന്ത്യ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഉള്ള രാജ്യമാണ് ബ്രിട്ടനെ പോലെ. അതായത് രാഷ്ട്രത്തലവനായിട്ട് പ്രസിഡൻറ്റും ഗവൺമെൻറ് തലവനായിട്ട് പ്രൈം മിനിസ്റ്ററും ഉള്ള ഒരു ഭരണ സിസ്റ്റമാണ് ഇന്ത്യ സ്വീകരിച്ചത്. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർലമെൻറ്റ് ആൻഡ് എക്സിക്യൂട്ടീവ്. ഇന്ത്യ ഒരു പാർലമെൻ്ററി സിസ്റ്റമാണ് സ്വീകരിച്ചത്. എന്താണ് പാർലമെൻ്ററി സിസ്റ്റം എന്നൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ആ ആശയം എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് നമ്മൾ സ്വീകരിച്ചത് ബ്രിട്ടനിൽ നിന്നാണ്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ ബ്രിട്ടനിൽ നമ്മൾ സ്വീകരിച്ച ഒരു സിസ്റ്റമാണ് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. നിയമവാഴ്ച എന്ന് പറയുന്ന ആശയം. ഇന്ത്യയിൽ റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന രാജ്യമാണ്. നിയമത്തിന് മുകളിലായിട്ട് ആരുമില്ല. എല്ലാവരും നിയമത്തിൻ്റെ അണ്ടറിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈക്വാളിറ്റി ബിഫോർ ദി ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ ആർട്ടിക്കിൾ 14 പറയുന്നു. ആർട്ടിക്കിൾ 14 പറയുന്നു. അതുപോലെ തന്നെ എന്താണ് നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ നമ്മൾ സ്വീകരിച്ചത്, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ എന്ന് പറയുന്ന ആശയം നമ്മൾ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ സ്പീക്കറുടെ പദവി, അല്ലേ, സ്പീക്കറുടെ പദവി നമ്മൾ ആ ആശയം നമ്മൾ സ്വീകരിച്ചത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതായത് ഇന്ത്യയിലെ സ്പീക്കർ നിഷ്പക്ഷനായി പ്രവർത്തിക്കുന്നു. അത് രാഷ്ട്രീയപരമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. സഭയിൽ എത്തുന്നു എന്നുള്ളത് എത്തുന്നത് രാഷ്ട്രീയപരമായിട്ടാണ്, അല്ലേ. ഇപ്പോൾ ഓം ബിർള തിരഞ്ഞെടുത്തത് BJPയുടെ MP ആയിട്ടാണ്. എന്നാൽ അദ്ദേഹം ഇന്ത്യയുടെ സ്പീക്കർ പദവിയിലേക്ക് തിരഞ്ഞെടുത്താൽ അദ്ദേഹം നിഷ്പക്ഷനായി പ്രവർത്തിക്കുന്നു സഭയിൽ. ആ ആശയം നമ്മൾ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. നമ്മൾ ഈ പറയുന്ന ആശയങ്ങളൊക്കെ വളരെ വിശദീകരിച്ചുകൊണ്ട് ഓരോന്നും വരും ക്ലാസ്സുകളിൽ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഈ ആശയങ്ങൾ മാത്രം നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ പറയുന്നു. ഇതിൻ്റെ വിശദീകരിച്ചുള്ള ക്ലാസ്സുകൾ വരും ക്ലാസ്സുകളിൽ ഉണ്ടാവും. അതുകൊണ്ട് സ്പീക്കർ എന്ന് പറയുന്ന പദവി നമ്മൾ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ ബൈക്യാമറ ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ആശയം. നിയമനിർമ്മാണ സഭയ്ക്ക് 2 സഭകളുള്ള എന്താണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന എന്താണ് ആശയം നമ്മൾ സ്വീകരിച്ചത് എന്താണ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ ക്യാബിനറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ആശയം, അല്ലെ, ബ്രിട്ടൻ്റെ ക്യാബിനറ്റ് സിസ്റ്റം തന്നെയാണ് ഇന്ത്യയിലും നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ക്യാബിനറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ആശയം നമ്മൾ സ്വീകരിച്ചത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ സിംഗിൾ സിറ്റിസൺഷിപ്പ്, എന്താണ് ഏക പൗരത്വം എന്ന് പറയുന്ന ആശയം. ഇന്ത്യയിൽ കേരള പൗരനില്ല, തമിഴ്നാട് പൗരനില്ല, എന്താണ് നമ്മൾ അറിയപ്പെടുന്ന എല്ലാം ഇന്ത്യൻ പൗരൻ എന്ന രീതിയിലാണ്, അല്ലെ. ഏക പൗരത്വം എന്ന് പറയുന്ന ആശയം നമ്മൾ സ്വീകരിച്ചത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പൗരത്വത്തെക്കുറിച്ച് 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളിൽ വളരെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് പൗരത്വ നിയമ ഭേദഗതി നിയമവും അതുപോലെ തന്നെ 1955 എന്താണ് സിറ്റിസൺഷിപ്പ് ആക്റ്റും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ ആ ഭാഗത്ത് പറയും. അതുകൊണ്ട് പൗരത്വം എന്ന് പറയുന്ന ആശയം നമ്മൾ സ്വീകരിച്ചത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, അല്ലേ. ഇത്രയും ആശയങ്ങളാണ് ബ്രിട്ടനിൽ നിന്നും ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ സ്വീകരിച്ച ആശയം, അല്ലേ. ഇനി അടുത്തത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന മൗലിക അവകാശം എന്ന് പറയുന്ന ആശയം നമ്മൾ സ്വീകരിച്ചത്. മൗലിക അവകാശത്തിൻ്റെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്, അല്ലേ. ഇന്ത്യൻ ഭരണഘടനയിൽ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലികാവകാശം 6 മൗലികാവകാശമുണ്ട്. ആ മൗലികാവകാശം എന്ന് പറയുന്ന ആശയം നമ്മൾ സ്വീകരിച്ച എവിടെ നിന്നാണ്, അല്ലേ, US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, അല്ലേ, US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റം ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യൽ സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത്. അതായത് ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും അണ്ടറിലല്ല ഇന്ത്യയിലെ നീതിന്യായ സംവിധാനം പ്രവർത്തിക്കുന്നത്, അല്ലേ. അങ്ങനെ സ്വതന്ത്ര നീതിന്യായ സംവിധാനം എന്ന് പറയുന്ന അങ്ങനെ ആയിരിക്കണം നമ്മുടെ എന്താണ് ജുഡീഷ്യൽ സംവിധാനം.
അതുകൊണ്ട് ആ ആശയം നമ്മൾ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ, നീതിന്യായ പുനഃപരിശോധന അധികാരം. എന്താണ് പറഞ്ഞത്? നീതിന്യായ പുനഃപരിശോധന അധികാരം അല്ലേ? നിയമനിർമ്മാണ സഭ പാസാക്കിയ നിയമങ്ങൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ അത് റദ്ദ് ചെയ്തുകൊണ്ട് കോടതിക്ക് വിധി പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് നീതിന്യായ പുനഃപരിശോധന അധികാരം. ഇന്ത്യയിലെ ഗാർഡിയൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ സുപ്രീം കോടതിയാണ്, ഇന്ത്യയുടെ ജുഡീഷ്യറിയാണ്. അതുകൊണ്ട് നീതിന്യായ പുനഃപരിശോധന എന്ന് പറയുന്ന അധികാരം നമ്മൾ സ്വീകരിച്ചത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡന്റ് അല്ലേ? പ്രസിഡന്റിനെ ഇംപീച്ച്മെൻറ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങൾ. ഇംപീച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിനെ തലസ്ഥാനത്ത് നിന്ന് പുറത്താക്കുക അല്ലേ? ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള അധികാരം ഇന്ത്യയുടെ പാർലമെൻറ്റിനുണ്ട്, ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കുമുണ്ട് അല്ലേ? ആ ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് നമ്മൾ സ്വീകരിച്ചത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന നടപടിയും നമ്മൾ സ്വീകരിച്ചത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. എങ്ങനെയാണ് നീക്കം ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പറയാം. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ക്ലാസ്സിൽ കടമെടുത്ത ആശയങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഈ ആശയത്തിൻ്റെ ഒക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള ക്ലാസ് വരും ക്ലാസ് വരും നാളുകളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് ഇപ്പോൾ ആ ആശയം മാത്രം മനസ്സിലാക്കുക. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ് അല്ലേ? ഇന്ത്യയിലെ വൈസ് പ്രസിഡന്റിൻ്റെ പോസ്റ്റ്, ആ ആശയം അത് ഏതുപോലെയാണ്? അമേരിക്കയിലെ വൈസ് പ്രസിഡന്റിൻ്റെ പദവി പോലെയാണ്. പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇത്രയും ആശയങ്ങളാണ് പ്രധാനമായും അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും നമ്മൾ സ്വീകരിച്ചത്. ഇനി ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുക. നമ്മൾ അയർലൻഡിൻ്റെ ഭരണഘടന DPSP നിർദ്ദേശക തത്വങ്ങൾ അല്ലേ? ഭരണഘടനയുടെ 36 മുതൽ 51 വരെയുള്ള വകുപ്പിൽ 4ാമത്തെ ഭാഗത്ത് ഉൾപ്പെടുത്തിയതാണ് നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ അല്ലേ? ഈ ആശയം നമ്മൾ സ്വീകരിച്ച എവിടെ നിന്നാണ്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുക അല്ലേ? ഇന്ത്യയിൽ രാജ്യസഭ എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ദി സ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ? MLA വോട്ട് ചെയ്താണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ്റെ ഒരു ഇലക്ഷൻ സിസ്റ്റമാണ് സ്വീകരിക്കുന്നത് അല്ലേ? അങ്ങനെ രാജ്യസഭയിലെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്ന രീതിയാണ്. എലക്ഷൻ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനാണ്. പക്ഷേ കലാശാസ്ത്ര സാഹിത്യ രംഗങ്ങളിൽ പ്രാവീണ്യമുള്ള 12 പേരെ രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആ നോമിനേഷൻ രീതി സ്വീകരിച്ചത് എവിടെ നിന്നാണ്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് പ്രസിഡന്റ് എലക്ഷൻ, പ്രസിഡന്റിൻ്റെ എലക്ഷൻ്റെ രീതി അല്ലെ? എങ്ങനെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നു അല്ലേ? സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ MLA ലോക്സഭയിലെയും രാജ്യസഭയിലെയും MP ഉൾപ്പെടുന്ന ഒരു ഇലക്ടറൽ കോളേജാണ് ഇന്ത്യയുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ആ ഒരു എലക്ഷൻ സിസ്റ്റം നമ്മൾ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ അടുത്തത് കാനഡയുടെ ഭരണഘടന അല്ല? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മനസ്സിലായാലും നിങ്ങൾക്ക് ഏതൊക്കെ ആശയങ്ങളാണ്? DPSP നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്യസഭയിലെ മെമ്പർമാരെ നോമിനേറ്റ് ചെയ്യുന്ന രീതി സ്വീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അല്ലേ? അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് പ്രസിഡന്റ് എലക്ഷൻ, പ്രസിഡന്റിൻ്റെ എലക്ഷൻ്റെ രീതിയെക്കുറിച്ച് അല്ലെ? ഈ ആശയങ്ങളാണ് പ്രധാനമായും അയർലൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ കാനഡയുടെ ഭരണഘടന, കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ്, ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറേഷൻ. ഇന്ത്യൻ ഫെഡറേഷൻ അതുകൊണ്ട് തന്നെ ക്വാസി ഫെഡറേഷൻ എന്നറിയപ്പെടുന്നു. ഈ ആശയം നമ്മൾ സ്വീകരിച്ചത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന രീതി. സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന രീതി നമ്മൾ സ്വീകരിച്ചത് കാനഡയിൽ നിന്നാണ്.
അതുപോലെ തന്നെ അവശിഷ്ട അധികാരങ്ങൾ കേന്ദ്രത്തിന് കൊടുക്കുന്ന രീതി, മെത്തേഡ് അല്ലേ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 3 ലിസ്റ്റുകളിലായിട്ട് അധികാരങ്ങളെ തരംതിരിക്കുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ ഒക്കെ അധികാരങ്ങളെ ഈ 3 ലിസ്റ്റുകളെ തരംതിരിക്കുന്നു. ഇതിൽ 3ലും പെടാത്ത അവശിഷ്ട അധികാരങ്ങൾ, റെസിഡ്യൂറി പവേഴ്സ്, ഈ പവർ കേന്ദ്രത്തിന് നൽകുന്ന രീതി നമ്മൾ സ്വീകരിച്ച എവിടെ നിന്നാണ് ഈ കാനഡയുടെ കാനഡയുടെ ഭരണഘടനയിൽ നിന്നാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ അഡ്വൈസറി പവർ അല്ലേ, ഉപദേശക അധികാരം. സുപ്രീം കോടതി രാഷ്ട്രപതിക്ക് ഒരു നിയമത്തിൽ ഒരു സംശയമുണ്ടെങ്കിൽ, ഒരു നിയമനിർമ്മാണ നടപടിക്രമങ്ങളിലോ എന്തൊക്കെ സംശയമുണ്ടെങ്കിൽ, ലീഗൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. ആ ഒരു അധികാരം അഡ്വൈസറി പവർ സുപ്രീം കോടതിയുടെ അഡ്വൈസറി പവർ, ഉപദേശക അധികാരം എന്ന ആശയം നമ്മൾ സ്വീകരിച്ച എവിടെ നിന്നാണ്? കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇത്രയും ആശയങ്ങളാണ് കാനഡയുടെ ഭരണഘടനയിൽ നിന്നും നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുക ഓസ്ട്രേലിയയുടെ ഭരണഘടനയിൽ നിന്നും എന്തൊക്കെ ആശയങ്ങൾ സ്വീകരിച്ചു? ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നും നമ്മൾ സ്വീകരിച്ചത് കൺകറന്റ് ലിസ്റ്റ്. എന്താ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ കേന്ദ്ര പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താനും നടപ്പിലാക്കാനും അധികാരമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുന്ന ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ്. 3 ലിസ്റ്റുകളുണ്ട്. ഒന്ന് യൂണിയൻ ലിസ്റ്റ്, രണ്ടാമത്തത് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം നടത്താനും നടപ്പിലാക്കാനും അധികാരമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുന്ന ലിസ്റ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. ഒരേ സമയം കേന്ദ്ര പാർലമെൻറ്റിനും അതേസമയം സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കും നിയമനിർമ്മാണം നടത്താനും നടപ്പിലാക്കാനും അധികാരമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുന്ന ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്, അതായത് സംയുക്ത ലിസ്റ്റ്. ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചുകൊണ്ട് ക്ലാസ്സുകൾ വരും നാളുകളിൽ നമുക്ക് കാണാം. പറഞ്ഞത് കൺകറന്റ് ലിസ്റ്റ്, സംയുക്ത ലിസ്റ്റ്, ഈ ആശയം നമ്മൾ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അതുപോലെ തന്നെ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദി പാർലമെൻറ്റ് സംയുക്ത സമ്മേളനം. ഇന്ത്യൻ ഭരണഘടനയുടെ 108ാമത്തെ ആർട്ടിക്കിളിലാണ് സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പറയുന്നത്. ഒരു നിയമനിർമ്മാണ പ്രക്രിയയിൽ 2 സഭയും, ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ലോക്സഭയും രാജ്യസഭയും തർക്കമുണ്ടായാൽ സംയുക്ത സമ്മേളനം വിളിക്കാൻ പറ്റും. എന്നിട്ട് അതിൽ ആ ബില്ല് ഭേദഗതിയാണെങ്കിൽ ഭേദഗതി, അല്ലെങ്കിൽ നിയമ ബില്ലാണ്, ബില്ല് അവതരിപ്പിക്കുകയും പാസ്സാക്കിയെടുക്കുകയും ചെയ്യുന്നു. സ്പീക്കറാണ് സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത്. ഈ ആശയം നമ്മൾ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് ഓസ്ട്രേലിയയുടെ ഭരണഘടനയിൽ നിന്നും നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അടുത്തത് ജർമ്മനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ സ്വീകരിച്ച ആശയം, ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മൾ സ്വീകരിച്ചത് അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഈ ആശയം നമ്മൾ സ്വീകരിച്ച എവിടെ നിന്നാണ്? ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത 2 ആർട്ടിക്കിളുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ, 20, 21. ബാക്കി മുഴുവനും തൽക്കാലത്തേക്ക് ഗവൺമെൻറ്റിന് തടഞ്ഞു വെക്കാം, കൺട്രോൾ ചെയ്യാം. ഈ ഒരു ആശയം നമ്മൾ സ്വീകരിച്ചത് ജർമ്മനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പിന്നെ സോവിയറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഏതൊക്കെ ആശയം സ്വീകരിച്ചു? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. ഇന്ത്യൻ ഭരണഘടനയുടെ 51A സൂചിപ്പിക്കുന്ന 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഉണ്ട്. ആ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി, മൗലിക ധർമ്മങ്ങൾ, മൗലിക കടമ, ഈ ആശയം നമ്മൾ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? സോവിയറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ ജസ്റ്റിസ് എന്ന് പറയുന്ന ആശയം, നീതി എന്ന് പറയുന്ന ആശയവും നമ്മൾ സ്വീകരിച്ചത് സോവിയറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നും നമ്മൾ സ്വീകരിച്ച ആശയമാണ് റിപ്പബ്ലിക്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ. റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ നമ്മൾ സ്വീകരിച്ചത് എവിടെ നിന്നാണ് നമ്മൾ സ്വീകരിച്ചത്? ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചു. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ ഭരണഘടനയിൽ നിന്നും നമ്മൾ സ്വീകരിച്ച ആശയം ഏതാണ്? അമെൻമെൻറ്റിംഗ് പ്രൊസീജിയർ, ഭരണഘടന ഭേദഗതി നടപടി ക്രമങ്ങൾ.
അതുപോലെ തന്നെ രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സിസ്റ്റം അല്ലേ, ഭരണഘടനയുടെ 368 ആർട്ടിക്കിളിലാണ് ഭരണഘടന ഭേദഗതി നടപടിക്രമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അല്ല, ഇന്ത്യയുടെ ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കുമാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പ്രധാനമായിട്ട് ഉള്ളത്. ഈ ആശയം നമ്മൾ സ്വീകരിച്ചത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെ എലക്ഷൻ, രാജ്യസഭയിലേക്കുള്ള എലക്ഷൻ അല്ലേ, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്, എം പിമാരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ MLA മാർ വോട്ട് ചെയ്തുകൊണ്ടാണ്. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതി അനുസരിച്ചുകൊണ്ട് അല്ലേ. അതുകൊണ്ടാണ് രാജ്യസഭ എന്താണ്, ഹൗസ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. അല്ല, ഈ എലക്ഷൻ രീതി നമ്മൾ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? നമ്മൾ സൗത്ത് ആഫ്രിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ സ്വീകരിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ലോകത്തിലെ അന്ന് ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് ലോകത്തിൽ നിലവിലുള്ള പ്രധാനപ്പെട്ട ഭരണഘടന പരിശോധിച്ചുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾച്ചേർത്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് PSC പരീക്ഷയ്ക്ക് കടമെടുത്ത ആശയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമേഖലയാണ്. കൃത്യമായി ഈ ഓരോ ആശയങ്ങളും ഏത് രാജ്യത്തിലെ ഭരണഘടനയിൽ നിന്നും എടുത്തു എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ കാണുക, മനസ്സിലാക്കുക, പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് കൃത്യമായ ഉത്തരങ്ങൾ നൽകുക. അതുകൊണ്ട് ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യണം, സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ പറഞ്ഞു നോട്ടിഫിക്കേഷനായി ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്തുകയുള്ളൂ, നിങ്ങളുടെ മുന്നിൽ എത്തുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പിന്തുണയാണ് ഈ ചാനലിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് നിങ്ങളുടെ പിന്തുണ എന്നും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളോടൊപ്പം നിങ്ങളുടെ വിജയത്തിന് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി എന്നും സ്മാർട്ട് PSC നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ക്ലാസ്സുകൾ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ ഓൾ.